പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നല്ല വിളവ് ലഭിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഒരു ചോദ്യത്തോടെ നമുക്ക് ഈ ക്ലാസ് ആരംഭിക്കാം. വിത്തിൽ നിന്ന് മാത്രമാണോ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്? വിത്തിൽ നിന്ന് മാത്രമാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത് എന്ന അഭിപ്രായമുള്ളവർ ആരൊക്കെയാണ്? ഈ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഈ ചിത്രങ്ങളിൽ ഏതൊക്കെ ഭാഗങ്ങൾ വളർന്നാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്? ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. വേര്, തണ്ട്, ഇല, ഭൂഖണ്ഡ് എന്നിവയിൽ നിന്നും സസ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കി. ഇത്തരത്തിൽ വേര്, തണ്ട്, ഇല, ഭൂഖണ്ഡം എന്നിവയിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയയെ കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നു. ഇത് അലൈംഗിക പ്രത്യുൽപാദനമാണ്. എന്താണ് അലൈംഗിക പ്രത്യുൽപാദനം? ബീജകോശങ്ങളുടെ സംയോജനം മുഖേന അല്ലാതെ നടക്കുന്ന എല്ലാ പ്രത്യുൽപാദനങ്ങളും അലൈംഗിക പ്രത്യുൽപാദനമാണ്. കായിക പ്രജനനം വഴിയും ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതായി നാം മനസ്സിലാക്കി. ടെക്സ്റ്റ് ബുക്ക് പേജ് 10 നൽകിയിരിക്കുന്ന പട്ടിക നമുക്ക് പൂർത്തിയാക്കാം. ഈ പട്ടികയിൽ കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും നടക്കുന്ന സസ്യങ്ങളുണ്ടോ? അവ ഏതെല്ലാമാണ്? ശാസ്ത്ര പുസ്തകത്തിൽ ഒന്ന് എഴുതി നോക്കൂ. എഴുതിയത് ഏതെല്ലാമെന്ന് നോക്കാം. ശീമക്കൊന്ന, കറിവേപ്പ്, മുരിങ്ങ, മൈലാഞ്ചി, ഇത് കൂടാതെ നിരവധി സസ്യങ്ങൾ നമ്മുടെ വീടിന് ചുറ്റുമുണ്ട്. അവയുടെ ഒരു പട്ടിക തയ്യാറാക്കിയാലോ? ശാസ്ത്ര പുസ്തകത്തിൽ ഒന്ന് എഴുതി നോക്കൂ. എല്ലാവരും തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. ഈ പട്ടികയിൽ നിന്നും കായിക പ്രജനനം വഴി പുതിയ തൈ ഉണ്ടാക്കാൻ കഴിയുന്നവ, ലൈംഗിക പ്രത്യുൽപാദനം വഴി പുതിയ തൈ ഉണ്ടാക്കാൻ കഴിയുന്നവ, രണ്ട് രീതിയിലും പുതിയ തൈ ഉണ്ടാക്കാൻ കഴിയുന്നവ എന്നിങ്ങനെ അവയെ വേർതിരിച്ച് പട്ടികപ്പെടുത്തി ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തും. എങ്ങനെയാണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കാം. ഇനിയും ഇതുപോലെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താനാവും. ശ്രമിച്ചു നോക്കൂ. ഈ പേരമരത്തിന് സമീപം നിൽക്കുന്ന കുട്ടികളുടെ സംഭാഷണം ശ്രദ്ധിക്കൂ. ഈ പേരയുടെ എല്ലാ ഗുണഫലങ്ങളുള്ളതും പെട്ടെന്ന് കായ്ഫലം തരുന്നതുമായ തൈകൾ ഉണ്ടാക്കാൻ എന്തു ചെയ്യാം? ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഊഹം ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തുക. സാർ, ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പരാഗണം വഴിയാണ് ഫലങ്ങളും വിത്തുകളും ഉണ്ടാകുന്നത് എന്ന്, അല്ലേ? ഇങ്ങനെ ഉണ്ടാകുന്ന സസ്യത്തിന് മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ മാത്രമായിരിക്കുമോ ഉണ്ടായിരിക്കുക? അല്ല, അല്ലേ? എന്നാൽ ഒരു ചെടിയുടെ കമ്പ് മുളപ്പിച്ച് ഒരു പുതിയ സസ്യം ഉണ്ടാക്കിയാലോ? നമുക്കറിയാം അതിന് മാതൃസസ്യത്തിന്റെ അതേ ഗുണങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മൾ സാധാരണയായി ചെമ്പരത്തി, മരച്ചീനി, മധുരക്കിഴങ്ങ് എന്നിവയുടെ കാണ്ഡം മുളപ്പിച്ച് പുതിയ സസ്യം ഉണ്ടാക്കാറില്ലേ? എന്നാൽ ഇതേപോലെ പേരയുടെ കമ്പ് നമുക്ക് മുളപ്പിച്ചെടുക്കാൻ കഴിയുമോ? ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? നമുക്ക് കമ്പിൽ വേര് മുളപ്പിച്ച് നോക്കിയാലോ? അങ്ങനെ ചെയ്താൽ വേഗം പേരമരം വളർന്ന് കായ്ക്കില്ലേ? നമ്മുടെ പേരമരത്തിൻ്റെ കമ്പിൽ വേര് മുളപ്പിക്കുന്നത് എങ്ങനെയെന്ന് ചെയ്തു നോക്കാം. ആദ്യം നാം ചെയ്യേണ്ടത് മാതൃസസ്യം, അതായത് പേരയിൽ നിന്നും പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് തിരഞ്ഞെടുക്കണം. ഇതിൻ്റെ തൊലി 2-3 സെന്റിമീറ്റർ നീളത്തിൽ വളയാകൃതിയിൽ ചെത്തി മാറ്റുക.
ഇനി ഇതിലേക്ക് ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവ ഈ ഭാഗത്ത് വെച്ചതിന് ശേഷം ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ച് പൊതിഞ്ഞു കെട്ടുക. 2 മാസത്തിനകം പതിവെച്ച ഭാഗത്ത് ധാരാളം വേരുകളുണ്ടാവും. വേര് മുളച്ച കമ്പ് പതിവെച്ചതിനു താഴെ മുറിച്ചെടുത്ത് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ നടാവുന്നതാണ്. വളർന്നു തുടങ്ങിയാൽ നമുക്ക് മാറ്റി നടാം. ഇത്തരത്തിൽ മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ചതിന് ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ അഥവാ ലെയറിംഗ്. പലതരത്തിലുള്ള പതിവയ്ക്കൽ രീതികളുണ്ട്. നാഗ പതിവയ്ക്കൽ, ചാലിൽ പതിവയ്ക്കൽ, കൂന പതിവയ്ക്കൽ, പേര, നെല്ലി, കുരുമുളക്, കടപ്ലാവ് എന്നിവയൊക്കെ സാധാരണയായി പതിവയ്ക്കൽ രീതിയാണ് സ്വീകരിക്കാറുള്ളത്. പേര, സപ്പോട്ട, മുല്ല എന്നിവയിൽ നാഗ പതിവയ്ക്കൽ രീതിയും ചെറി, പ്ലം, ആപ്പിൾ എന്നിവയിൽ ചാലിൽ പതിവയ്ക്കൽ രീതിയും നെല്ല്, പ്ലാവ്, ആഞ്ഞിലി തുടങ്ങിയവയിൽ കൂന പതിവയ്ക്കൽ രീതിയും സ്വീകരിച്ചു വരുന്നു. ഇനി പതിവെച്ചുണ്ടാകുന്ന സസ്യങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമായിരിക്കും? 1. മാതൃസസ്യത്തിന്റെ ഗുണങ്ങളുണ്ടാകും. 2. ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. തായ്വേര് പടലം ഉണ്ടായിരിക്കുകയില്ല. കൂടുതൽ പരിചരണം ആവശ്യമാണ്. നമ്മൾ പതിവെച്ചുണ്ടാക്കുന്ന സസ്യങ്ങളുടെ സവിശേഷതകളാണ് ഇവിടെ പറഞ്ഞത്. ഇതിൽ നിന്നും അവയുടെ ഗുണങ്ങളും ദോഷങ്ങളും എഴുതാൻ ശ്രമിക്കാം. പതിവയ്ക്കൽ എങ്ങനെയാണെന്നും അങ്ങനെ ഉണ്ടാകുന്ന സസ്യങ്ങൾക്കുള്ള ഗുണവും ദോഷവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സ്വന്തമായി ഒന്ന് ചെയ്തു നോക്കിയാലോ? എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കൂ. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.